പറയുമ്പോൾ ഒരു റൂം ടൂർ ആണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എക്സാമിന്റെ അതുപോലെ ഡേ മൈ ലൈഫ് ഒക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടാവും, നമുക്കും ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാമിന്റെ സീരീസ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേ മൈ ലൈഫ് ആണ്, അത് നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. ഇപ്പം കുറച്ച് ദിവസം ഇല്ലാന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ റൂം ടൂർ ആണ്. അപ്പൊ ഹോം ടൂർ റൂം ടൂർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ നമ്മളൊരു വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ വെൽക്കം ബാക്ക് ടു BM Vlogs. മേതു, ഹലോ. അപ്പൊ വെൽക്കം ടു അവർ റൂം. നിങ്ങൾ ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയാ എക്സാം ഡേ വ്ലോഗിലൊക്കെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് വെൽക്കം ചെയ്യുന്നത് നമ്മൾ ഈ കണ്ണാടി തുടങ്ങാറുണ്ട്. നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒരു കണ്ണാടി ഉണ്ട്, അതുപോലെ തന്നെ വേഗം വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോള് കുറച്ച് എന്താ പറയാ ഡെക്കറേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇതിനിപ്പോ എന്താ പറയാ, ഒരു കഥകളി ഉണ്ട്. അതുപോലെ തന്നെ പെൻ ഹോൾഡർ രീതിയിലുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നല്ല സാധനം കേട്ടോ. ഒരു എന്താ പറയാ 1 2 3 4 അച്ഛനമ്മ കുട്ടികൾ അങ്ങനെ രീതിയിലുള്ള സാധനമാണ്. അത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഫ്രണ്ട്സിന്റെ ഒപ്പം ഫോട്ടോ ഫ്രെയിമാണ്. ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളെല്ലാം ഇവരാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട്സിന്റെ നമുക്ക് ഫോട്ടോ ഫ്രെയിം നമുക്ക് ഇൻസ്റ്റന്റ് കൊളാൻ കിട്ടിയതാണ്. അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചതാണ് വേണിച്ചിട്ടല്ല, അബദ്ധത്തിൽ പൊട്ടിയതാണ്. അപ്പൊ പിന്നെ മിറർ അതെങ്ങനെയാ പൊട്ടിയെന്ന് പറഞ്ഞോട് വേദം. അത് എന്താ പറയാ ഒരു ദിവസം റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കയറിയിരുന്നുണ്ടാവും. ഞാൻ തിരിച്ചിറങ്ങുമ്പോഴേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം ഇവിടെയാണ് കയറിയിരുന്നത്. അതെ. അപ്പൊ എന്താ വെച്ചാൽ കിട്ടിയില്ല. അപ്പൊ ഞാൻ അതില് കുറച്ച് വെള്ളം കൊടുത്തു പോയി. അപ്പൊ അത് പൊട്ടി. നമുക്ക് നേരാക്കാം. അപ്പൊ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബോക്സ് പോലെ വരുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചതിന്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ നോർമൽ രീതിയിലാണ് സാധനം വരുന്നത്. അത് നമ്മൾ വലിപ്പ രീതിയിലല്ല കേട്ടോ, ഇങ്ങനെ തുറക്കാൻ പറ്റിയ രീതിയിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ റൂം ടൂർ അങ്ങനെ എടുക്കേണ്ട അറിയില്ല. അപ്പൊ ഞാൻ എന്തൊക്കെയാ അബദ്ധം പറഞ്ഞെങ്കിൽ ക്ഷമിക്കാൻ, സോറി. പിന്നെ മെയിൻ സാധനം നമ്മുടെ കത്തി. ഞാന് ഇങ്ങനെ ക്രിസ്മസ് എക്സാം ടൈമില് ഇങ്ങനെ വന്നു. ഞാൻ കേറി വന്നേ കാണിച്ചതേ. ഇങ്ങനെ കേറി വന്നു. ഇങ്ങനെ ഇരുന്നേ. ഞാൻ തല കുത്തിയിട്ട് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ തല എന്താ പറയാ പുറമൊക്കെ പോയി കഴിഞ്ഞ പക്ഷെ നല്ല രസമാട്ടോ. ഞാനും വേഗം. പിന്നെ ഇത് മെയിൻ ആളുണ്ട് പിഗ്ഗു. ഇതാണ് പിഗ്ഗു. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഓപ്പോസിറ്റ് ഫ്രണ്ട്സ് കൊടുത്തതാണ്, പക്ഷെ ഞങ്ങൾ എടുത്തു. ഇതിപ്പോ ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ ഇതന്നെയാണ് നമ്മള് ഒരു ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ഇപ്പൊ പഠിക്കാതെ ടൈമില് അന്വേഷിച്ച് കഴിക്കാൻ സമയത്ത് ആദ്യം കയറാണ് നമ്മളിവിടെ കളിക്കാറ്. നമുക്ക് അടുത്ത സെക്ഷൻ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ അടിയിൽ ഒരു ഡ്രോ പോലെ ഒരു സ്റ്റോറേജ് ബോക്സ് വരുന്ന കത്തിന്റെ അടിയില് നോർമൽ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ രീതിയിലാണ്. നമുക്ക് വേണമെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ പില്ലോ കവേഴ്സ് ഒക്കെ കയ്യിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ മെയിൻ ഏരിയ എന്താ പറയുക, നമുക്ക് അടിപൊളി വ്യൂ ആണ്. പുറത്തേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഇന്നത്തെ മൂഡ് ഒരു മഴക്കാറൊക്കെ ഉണ്ട്, അടിപൊളി മൂഡാണ്. പിന്നെ മഴയത്തെ ഒരു കട്ടൻ ചായയും പഴംപൊഴിയൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ വ്യൂ കാണിച്ചാൽ വെള്ളം കൊണ്ടു. ഇവിടെ നോക്കിയാ ഉമ്മത്തെ സൈഡിൽ കേട്ടോ കാണാം, കിണറൊക്കെ കാണും.
പിന്നെ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിന്റെ വ്യൂ ആണ്. അതിന്റെ മുന്നേ ഫസ്റ്റ് തന്നെ കാണുന്ന വാഴ, അതുപോലെ തന്നെ മുരിങ്ങ, ഇതൊക്കെയാണ്. പിന്നെ കുളമുണ്ട്. പിന്നെ ഇപ്പോ കുളം ഫുള്ള് നിറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ നീച്ചാലാണ് സത്യം പറയാറ്. രാവിലെ നീച്ച് കഴിഞ്ഞാൽ വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ്. രാവിലെ നമ്മൾ ജനാലൊക്കെ തുറന്നിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. വെയിൽ വന്നെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നീച്ചോളൂ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അടിപൊളി വ്യൂ ആണ്. അതുപോലെ ടെറസത്തെ വ്യൂ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ആയാലും അതെ, ഉദിക്കുന്നതായാലും അസ്തമിക്കുന്നതായാലും എന്തായാലും അടിപൊളി വ്യൂ ആണ്. അത് നമ്മൾ എന്താ പറയാ എക്സാം ഡേ വ്ലോഗിലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റൂം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജനാല സൈഡ് പറഞ്ഞാലും ഏകദേശം ഈ ഒരു വ്യൂ തന്നെയാണ്. കൂടുതൽ കുളത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വ്യൂ. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കി ഭയങ്കര മലയൊക്കെ കാണാട്ടെ. പക്ഷെ നമ്മളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ അടിപൊളിയാ. രാവിലെ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ മഞ്ഞൊക്കെ കേട്ടിട്ട് കാണാം. അടിപൊളിയാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യം കാണിച്ചു തന്നു. നമ്മൾ എന്ത് കാണിച്ചു തന്നു? നമ്മുടെ വാർഡ്രോബ് കാണിച്ചു തന്നു. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. നമ്മളെല്ലാം അറ്റാച്ച് ചെയ്തിട്ടാട്ടോ. എല്ലാം ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്. അങ്ങനെ നമ്മൾ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. തുറന്നു വെച്ചോളാം. യൂണിഫോം നമുക്ക് അയൺ ചെയ്ത് തൂക്കാനുള്ള രീതിയിൽ ഹാങ്ങറൊക്കെ വന്നിട്ട് ഈ ഒരു സെക്ഷനിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വാഷ്റൂം, അത് എല്ലാവർക്കും റൂമിലുള്ള സംഭവമാണ്. അതിന് തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത് എത്ര ഉള്ളൂ, ഒരു സിമ്പിൾ റൂമാണ്. എന്താ പറയാ, അവിടെ ഇരിക്കാൻ ഇപ്പത്തെ എന്താ പറയാ ചൂട് മീൻസ് ഒടുക്കത്തെ ചൂടാണല്ലോ. ഈ ഒരു പ്രത്യേകിച്ച് മഴയൊക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടിയും ചൂട് കൂടും. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് മഴ ചാറി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ പോയി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നല്ലൊരു ക്ലൈമറ്റ് ആവുന്നു. അപ്പൊ നമ്മുടെ റൂം ടൂർ പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് സിമ്പിളാണ്, അധികം നേരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിപൊളി വെറൈറ്റി എന്ന് പറയാൻ വെച്ചാൽ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അതിന് സ്റ്റേ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വേഗമാണ് ക്യാമറ എടുക്കുന്നത്, അതാണ് വേഗം കാണിക്കാത്തത് കേട്ടോ. വേഗം ഹായ് പറയുന്നത് ഹായ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ റൂം ടൂർ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ അതുപോലത്തെ വീഡിയോസ് ഒക്കെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിലാണ്. ബൈ.